ടാക്സ് ഫേം എങ്ങനെയാണ് റേറ്റ്സ് ഓഫ് ടാക്സ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ടാക്സബിൾ ഫേമിൻ്റെ ടാക്സ് നമ്മൾ 30% എടുക്കുന്നു. പിന്നെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൻ്റെ 15%, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 20%, വിന്നിങ് ഫ്രം ലോട്ടറി കാർഡ് ഗെയിംസ് വസൽസ് 30%, അതർ ഇൻകം നോട്ട് ടു ബി ഇൻകം വിച്ച് ഈസ് സബ്ജക്റ്റ് ടു സ്പെഷ്യൽ ടാക്സ് 30%, 12% surcharge will be applicable where total taxable income is over 1 crore. അപ്പോൾ ആദ്യം തന്നെ ഫ്ലാറ്റ് റേറ്റിൽ നമ്മൾ 30% ഫേമിൻ്റെ ഇൻകം കാണുന്നു. അതിനുശേഷം ഷോർട്ട് ടൈം ക്യാപിറ്റൽ 15, ലോങ് ടൈം 20%, 30 സർചാർജ് 1 കോടിയിൽ മുകളിലാണ് ടോട്ടൽ ഇൻകം വരികയാണെങ്കിൽ 12% സർചാർജും കൂടി ഉണ്ടാവും. അതായിരിക്കും ടാക്സ് ടോട്ടൽ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ആദ്യം അതൊരു ഫോമിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തത് ടോട്ടൽ ഇൻകം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ആദ്യം ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം. ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ക്വസ്റ്റ്യനിനകത്തുള്ള ഡിഫറെൻറ്റ് സൈഡ്സ് ഓഫ് ഇൻകം ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എക്സെപ്റ്റ് സാലറി. അതിനുശേഷം കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും ഗ്രോസ് ടോട്ടൽ ഇൻകം. ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് എന്തെങ്കിലും ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് ടോട്ടൽ ഇൻകം. ഈ ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിലായിരിക്കും ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫ്രം ദ ഫോളോയിങ് compute total income of the firm and tax liability by it for the assessment year 2020-21. Profit from small scale industrial undertaking ബിസിനസ് ഇൻകം ആണ് 2,25,000. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഫ്രോം പോൾട്രി ബ്രീഡിംഗ് ബിസിനസ് 1,60,000, അതും ബിസിനസ് ഇൻകം തന്നെയാണ്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ആണ് 75,000. അടുത്ത ക്വസ്റ്റ്യനിൽ അത് പറയുന്നത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 1,75,000. ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് ഗ്രോസ് ആണ് 35,000. ഡൊണേഷൻ ടു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്രൂവ്ഡ് ആണ് 60,000. ഇത് 80G പ്രകാരം ഡിഡക്ഷൻ കിട്ടും. ഇതിന് കാൽക്കുലേഷൻസ് ഉണ്ട്, നമുക്ക് എങ്ങനെയാണെന്നുള്ള ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഡിഫറൻസ് ഹെഡ്സ് ഓഫ് ഇൻകം ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം ഡിഡക്ഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം. ഈ ക്വസ്റ്റിനകത്ത് അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിന് ഹെഡ്സ് ഓഫ് ഇൻകത്തിലെ ഫസ്റ്റ് നമുക്ക് കാണേണ്ടത് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ബിസിനസ് ഇൻകം 2,25,000 പ്ലസ് ബിസിനസ് ഇൻകമായിട്ടുള്ള പോൾട്രി ബ്രീഡിംഗ് ബിസിനസ്സിൽ 1,60,000 അത് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും ടോട്ടൽ ബിസിനസ് ഇൻകം എന്ന് പറയുന്നത്. അത് 3,85,000. ഇതിനോട് മറ്റുള്ള ഹെഡ്സ് ഓഫ് ഇൻകം ആഡ് ചെയ്യുക. ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ആഡ് ചെയ്യുക. അവിടെ ക്വസ്റ്റിനകത്ത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ തന്നിട്ടുണ്ട് 1,75,000. അതുപോലെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ്. അപ്പോൾ നമ്മൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ആണ് തന്നത്. അപ്പോൾ നമുക്കത് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. 1,75,000 നിന്ന് 75,000 ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് മൈനസ് ചെയ്ത് ബാക്കി എമൗണ്ട് കിട്ടുന്ന 1 lakh ആണ്. അതും നമ്മൾ നേരത്തെ കിട്ടിയ ബിസിനസ് ഇൻകവുമായിട്ട് ആഡ് ചെയ്യുക. 3,85,000 പ്ലസ് 1 lakh. ഇനി അതർ ഇൻകം ഫ്രം അതർ സോഴ്സസിലുള്ള നമുക്കിവിടെ തന്നിരിക്കുന്നത് ഇൻട്രസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക്സ് 35,000 ആണ്. അത് ഇൻകം ഫ്രം അതർ സോഴ്സസിൽ വരുന്ന ഹെഡ്സിൽ വരുന്ന ഐറ്റമാണ്. അത് 35,000 ആണ്. അപ്പോൾ നമ്മൾ അതും നേരത്തെ കണ്ട രണ്ട് എമൗണ്ടും തമ്മിൽ, അതായത് ബിസിനസ് ഇൻകമായ 3,85,000 ക്യാപിറ്റൽ ഗെയിന് അഡ്ജസ്റ്റ് ചെയ്ത ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസും അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള 1 lakh ഇൻകം ഫ്രം അതർ സോഴ്സസ് 35,000 ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് 5,20,000. ഗ്രോസ് ടോട്ടൽ ഇൻകം നമുക്ക് കിട്ടും. അതിനോട് 80Gയിലെ ഡിഡക്ഷൻസും മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ ഇൻകം ഫ്രം ബിസിനസ്സിൽ വരുന്നത് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് 2,25,000 ഉണ്ട്.
അതുപോലെ പോൾട്രി ബ്രീഡിങ്ങിലെ 1,16,000 ഉണ്ട്. അപ്പോൾ അത് 3,85,000 രൂപയാണ്. അതിനോട് ക്യാപിറ്റൽ ഗെയിൻ ആഡ് ചെയ്യുക. ക്യാപിറ്റൽ ഗെയിൻ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, കാരണം ഇവിടെ ക്യാപിറ്റൽ ലോസ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസും ഉണ്ട്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്യണം. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനോട് ലോസ് സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 1,75,000 ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 1 lakh. അപ്പോൾ ഇൻകം ഫ്രം അതർ ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് കണ്ടു. ഇനി നമ്മൾ ക്വസ്റ്റിനകത്തുള്ളത് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ്. ഇൻകം ഫ്രം അതർ സോഴ്സസ് ഇനി ഇൻട്രസ്റ്റ് 35,000 ആണ്. അപ്പോൾ ഹെഡ്സ് ഓഫ് ഇൻകം നമ്മൾ ആഡ് ചെയ്യുക. ആഡ് ഇൻകം ഫ്രം ബിസിനസ്സും അതുപോലെ ക്യാപിറ്റൽ ഗെയിന് ഇൻകം ഫ്രം അതർ സോഴ്സസും 5,20,000 വരും. അതിനോട് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 5,20,000 ആണ്. ഇനി ഡിഡക്ഷൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ്, ATGയിൽ ഡിഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ATGയിൽ പറയുമ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയേണ്ടി വരും. ATG ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഡൊണേഷൻ ടു സർട്ടൺ ഫണ്ട്, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇതിനെ ഡിഡക്ഷൻ ക്ലാസിഫൈ ചെയ്യുന്ന രണ്ട് മെയിനായിട്ട് 2 ഡിവിഷൻസ് ആണ്. നോൺ ലിമിറ്റഡ് ഡൊണേഷൻ ഉണ്ട്, വിത്ത് ലിമിറ്റ് ഡൊണേഷൻ ഉണ്ട്. ATGയിൽ വന്നിരിക്കുന്ന ഏത് ലിമിറ്റഡ് ഡൊണേഷൻ ആണ് എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടെത്തണം. നോൺ ലിമിറ്റഡ് ഡൊണേഷനിൽ തന്നെ വീണ്ടും സബ്ബായിട്ട് വരുന്നുണ്ട്. ഡിഡക്ഷൻ ഈസ് അലൗഡ് അറ്റ് പെർസെൻറ്റേജ് ഓഫ് ക്വാളിഫൈ എമൗണ്ട്, അതായത് 100% ക്വാളിഫൈ എമൗണ്ട് ഡിഡക്ഷൻ കിട്ടുന്നതുണ്ട്. അതുപോലെ തന്നെ ഡിഡക്ഷൻ ഈസ് റേറ്റ് 50% ക്വാളിഫൈ എമൗണ്ട് ഡിഡക്ഷൻ കിട്ടുന്നതുണ്ട്. അതാണ് നോൺ ലിമിറ്റഡ് ഡൊണേഷനിൽ പറയാനുള്ളത്. പിന്നെ വിത്ത് ലിമിറ്റഡ് ഡൊണേഷനിൽ പറയുന്നത് ഇറ്റ് മീൻസ് ദ ക്വാളിഫൈയിങ് എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ ഷുഡ് നോട്ട് എക്സീഡ് 10% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ 10% കൂടാൻ പാടില്ല നമ്മൾ വിത്ത് ലിമിറ്റ് ഡൊണേഷനിലാണെങ്കിൽ. അപ്പോൾ അത് എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് മീൻ ക്വാളിഫൈയിങ് എമൗണ്ട് എന്ന് പറയുന്നത് 10% ഗ്രോസ് ടോട്ടൽ ഇൻകത്തിനോട് കൂടാൻ പാടില്ല. ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഏതൊക്കെ ഡിഡക്റ്റ് ചെയ്യണം? എക്സെപ്റ്റ് ഇൻകം ഇൻക്ലൂഡഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം, അതായത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് അഡ്ജസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C ടു ATG എക്സെപ്റ്റ് അണ്ടർ ATG. ഇതെല്ലാം ബികോമിന് ഡിഗ്രിക്ക് നിങ്ങൾ പഠിക്കുന്നതാണ് ഡിഡക്ഷൻസ് ഉള്ളത്, അല്ല ATGയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇവിടെ തന്നിരിക്കുന്ന ഈ അപ്രൂവ്ഡ് ഡൊണേഷൻ എന്ന് പറയുന്നത് വിത്ത് ലിമിറ്റ് ഡൊണേഷൻ ആണോ നോൺ ലിമിറ്റഡ് ഡൊണേഷൻ ആണോ എന്നറിയണം. ഇത് അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് ഇത് വിത്ത് ലിമിറ്റ് ഡൊണേഷൻ വരുന്നതാണ്. പിന്നെ അതുമല്ല വിത്ത് ലിമിറ്റഡ് ഡൊണേഷനിൽ 100% ക്വാളിഫൈ എമൗണ്ട് ഡൊണേഷൻ ഉണ്ട്. അതുപോലെ തന്നെ 50% ക്വാളിഫൈ എമൗണ്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ ഡൊണേഷൻ ടു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്രൂവ്ഡ് 60,000 എന്ന് പറയുന്നത് വിത്ത് ലിമിറ്റ് ഡൊണേഷൻ 50% ക്വാളിഫൈ എമൗണ്ട് ആണ്. ഇനി ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്ന വിധം എന്നുള്ളത് നമുക്ക് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ 10% കൂടാനും പാടില്ല എന്നുള്ളതാണ് കണ്ടീഷൻ. അതുപോലെ തന്നെ അതിന് 50% ആണ് നമുക്ക് അപ്പോൾ അലൗഡ് ആയിട്ടുള്ള ഡിഡക്ഷൻ നമുക്ക് കിട്ടുള്ളൂ. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്ന വിധം നോക്കാം. ഇവിടെ കാൽക്കുലേഷൻ ഡിഡക്ഷൻ അണ്ടർ ATG ക്വാളിഫൈ എമൗണ്ട് എന്ന് പറയുന്നത് 10% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം. നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 5,20,000 കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനോട് എന്ത് ചെയ്യണം? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് മൈനസ് ചെയ്യണം. ബാക്കിയുള്ള എമൗണ്ടിൻ്റെ മുകളിലാണ് 50% ഡിഡക്ഷൻ കിട്ടുള്ളൂ. നമുക്ക് കിട്ടിയിരിക്കുന്ന 5,20,000 ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ക്യാപിറ്റൽ ഗെയിൻ 1 lakh മൈനസ് ചെയ്യുക, 4,20,000 കിട്ടും. 4,20,000 10% ആണ് നമുക്ക് ക്വാളിഫൈ ചെയ്യുള്ളൂ. അത് 42,000. ഇത് വിത്ത് ലിമിറ്റ് ഡൊണേഷനിൽ 50% ആണ് ക്വാളിഫൈ പറയുന്നത്, 100% അല്ല. അതുകൊണ്ട് 4,20,000 50% പറയുന്നത് 21,000 ആണ് വരിക. അതാണ് ഇവിടുത്തെ തന്നിരിക്കുന്ന 21,000 എന്ന് പറയുന്നത്. അപ്പോൾ 5,20,000 ലെസ് ഡിഡക്ഷൻ ATG 21,000 ഇത് വരുന്നത് 4,99,000. നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടി. ഇത് നമുക്ക് ടാക്സ് ലയബിലിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതാ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ടോട്ടൽ ഇൻകത്തിൻ്റെ
4,99,000 ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 1 lakh ആണ്. 20% എന്നാണ് നമ്മൾ പഠിച്ചത്. അതിൽ 20% എന്ന് പറയുന്നത് 1 lakhൻ്റെ 20% 20,000. ഇനി ടാക്സ് ഓൺ ബാലൻസ് ഇൻകം എന്ന് പറയുമ്പോൾ 4,99,000 1 lakh മൈനസ് ചെയ്യുക 3,99,000 അതാണ് ഫേം ഇൻകം പറയുന്നത്. അതിന് 30%. 1,19,700 ടോട്ടൽ എന്ന് പറയുന്നത് 1,39,700. ആഡ് എഡ്യൂക്കേഷൻ സെസ് 4% ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് 5,588. ഇനി ടാക്സ് പേയബിൾ എന്ന് പറയുന്നത് 1,45,288. ഇത് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 1,40,290 രൂപ. നെക്സ്റ്റ് ആണ് ടാക്സേഷൻ ആസ്പെക്ട്സ് ഓഫ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. The limited liability partnership will be treated as a partnership firm for the purpose of income tax. Accordingly, all relevant provision regarding the taxation of a partnership firm has been modified. The following manner we can discuss the tax aspects of ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൻ്റെ ടാക്സേഷൻ ആസ്പെക്ട്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇൻകം ഓഫ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് വിൽ ബി ചാർജ്ഡ് ടു ടാക്സ് ഇൻ ഹാൻഡ്സ് ഓഫ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഓൺലി, നോട്ട് ഹാൻഡ്സ് ഓഫ് അതർ ഇൻഡിവിജ്വൽ പാർട്ട്നേഴ്സ്. നെക്സ്റ്റ്, റെമ്യൂണറേഷൻ ഇൻ ടു പാർട്ട്നേഴ്സ് വിൽ ബി ട്രീറ്റഡ് ആസ് എ ഇൻകം ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ. Next, limited liability partnership is allowed deduction of remuneration under section 40 subsection B. അവിടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 184 ആണ്. 40B കിട്ടണമെങ്കിൽ 184 ആണ്. ആൻഡ് അറ്റ് പ്രസൻറ്റ് അസസ്മെൻറ്റ് ഇയർ 2020-2021 the limited liability partnership liable to pay income tax 30% on its income. Total income exceed 1 crore. LLP is also pay 12% surcharge and education cess 4%. We already discussed that rate of calculations നമ്മൾ പറഞ്ഞിരുന്നു. ഇനി LLP is also subject to alternative tax which is similar to MAT. MAT here means minimum alternative tax in case of company. However, there is no concept of a book profit. ഒരു book profit എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. To conclude the today section, rate of tax, ഫേമിൻ്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് റേറ്റും 30% ആണ് ഫേമിൻ്റെ ടാക്സ്. അതിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 50%, ലോങ് ടൈം 20%, വിന്നിങ് ഫ്രം ലോട്ടറി, അതുപോലെ അതർ ഇൻകം 30, സർചാർജ് 12%, 1 crore കൂടുതലാണെങ്കിൽ എഡ്യൂക്കേഷൻ സെക്സ് 4%. ഇതിന് റേറ്റ് ഓഫ് ടാക്സിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക, ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം ഡിഫറെൻറ്റ് സൈഡ്സ് ഓഫ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക, അതിനോട് ഡിഡക്ഷൻസ് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം. ഈ ടോട്ടൽ ഇൻകത്തിൻ്റെ ടാക്സ് ലയബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ കണ്ടത്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു എക്സാമ്പിളിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ ടാക്സേഷൻ ആസ്പെക്ട്സ് ഓഫ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. ഇതിൽ നമ്മൾ പറയുന്നത് ഫസ്റ്റ്, ഇൻകം ഓഫ് LLP വിൽ ബി ചാർജ് ടു ടാക്സ് ഇൻ ഹാൻഡ് ഓഫ് LLP ഓൺലി ആൻഡ് നോട്ട് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഇൻഡിവിജ്വൽ പാർട്ട്നേഴ്സ്. പിന്നെ അതുപോലെ തന്നെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻ ഹാൻഡ്സ് ഓഫ് പാർട്ട്ണർ എക്സെപ്റ്റ് ഫ്രം ടാക്സ് അണ്ടർ സെക്ഷൻ 10 subsection 2 and remuneration to partner will be taxed as income from business or professional. ബിസിനസ് ഓഫ് പ്രൊഫഷണലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പിന്നെ LLP allowed to get a deduction of remuneration paid to the partner subject to maximum of limit prescribed under section 40B. At present 2020-2021 the LLP is liable to pay tax or to 30%,
അതുപോലെ 1 crore കൂടുതലാണെങ്കിൽ നമ്മൾ സർചാർജ് 12% കൊടുക്കണം. എഡ്യൂക്കേഷൻ സെസ് 4%. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് LLP ഈസ് ആൾസോ സബ്ജക്റ്റ് ടു ആൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് വിച്ച് ഈസ് സിമിലർ ടു മിനിമം ആൾട്ടർനേറ്റീവ് മാറ്റ് ഇൻ കേസ് ഓഫ് കമ്പനി. എന്നിരുന്നാലും ദർ ഈസ് നോ കോൺസെപ്റ്റ് ഓഫ് ബുക്ക് പ്രോഫിറ്റ് ആൻഡ് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് based on adjusted total income. മിനിമം ആൾട്ടർനേറ്റീവ് ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ അടുത്ത വീഡിയോയിൽ ആൾട്ടർനേറ്റീവ് മാക്സിമം ടാക്സ് എന്ന് പറയുന്നത് ആൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ താങ്ക് യു.